ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കിയാൽ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 1 കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് ഉണ്ടാക്കാം, നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ചൂടുവെള്ളം അതിന് പാകത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് വെക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബീഫ് റെഡിയാക്കി എടുക്കാം. 1 കിലോ എല്ലുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലുള്ള നെയ്യൊന്ന് ഊറ്റി കളയാം. ഞാൻ അപ്പോൾ ഇവിടെ ഇതിലത്തെ നെയ്യ് ഊറ്റി കളയുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കുക, ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ നെയ്യൊന്ന് ഊറ്റി കളയണം. അപ്പോൾ അതിനാണ് ഇത് ചെയ്യണത്. അപ്പോൾ അത് നല്ല പോലെ തിളച്ച് വന്ന് ഇതിലെ നെയ്യൊക്കെ ഊറ്റി മാറ്റാണ് കേട്ടോ. നമുക്ക് ഈ നെയ്യ് ഇതിലേക്ക് ഇനി ആവശ്യമല്ല, ഇത് കളയാം. ഇനി എന്താക്കുക, ആ ബീഫിലേക്ക് 1 ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ അപ്പോൾ ഇവിടെ ഒരു 4 വിസിലാണ് അടുപ്പിക്കുന്നത്. ഓരോ ബീഫിനനുസരിച്ചുള്ള വേവനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ കപ്പ അവിടെ വെന്ത് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളെ ബീഫ് അവിടെ നല്ല പോലെ വെന്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല പോലെ എല്ലാ സവാളയും എല്ലാം ഒന്ന് വെന്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലുള്ള കപ്പയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അതിനായിട്ടിത് നല്ല അത്യാവശ്യം ഒന്ന് നല്ല ഉടച്ച് ഇളക്കി നല്ല മിക്സ് ആക്കി എടുക്കണം. ഇതിനൊന്ന് 5 മിനിറ്റ് ഒന്ന് മൂടിയൊക്കെ അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ല പോലെ വെന്ത് കപ്പയൊക്കെ നല്ല സെറ്റായി ഉടഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ 2 കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് എന്താക്കുക, അത് വഴന്ന് വരുന്ന ടൈമിൽ എന്താക്കാം, നമുക്ക് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ അവിടെ നല്ല മിക്സായി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.